ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നൊരു കിടിലൻ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ. നമുക്കൊരു അടിപൊളി ചിക്കൻ ലിവർ കൊണ്ടൊരു റോസ്റ്റ് ഉണ്ടാക്കിയാലോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ചിക്കൻ ലിവർ റോസ്റ്റാണ് കേട്ടോ. അതിനായിട്ട് ഞാനൊരു ചട്ടി അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാനൊരു 2.5 സബോളയാണ് എടുത്തേക്കുന്നത് കേട്ടോ. 1 കിലോ ലിവറാണ് എടുത്തേക്കുന്നത്. അതിന് 2.5 സബോള മതിയാവും. കാരണം ഒരുപാട് സബോള ആയാലും ഒരു മധുരിക്കുന്നൊരു ടേസ്റ്റ് ആയിരിക്കും. അത് അത്ര ഒരു സുഖം കാണില്ല ലാസ്റ്റ് നമ്മൾ കറിക്ക്. അപ്പോൾ നമ്മുടെ ലിവർ നന്നായിട്ട് ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 7-8 വെള്ളത്തിൽ നന്നായിട്ട് കഴുകുക, എങ്കിലേ അതിൻ്റെ ബ്ലഡിൻ്റെ അംശമൊക്കെ പോയി നല്ല ക്ലിയറായി കിട്ടത്തുള്ളൂ. പിന്നെ ഇത് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ. അത് നമ്മുടെ സബോളയെ കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ സബോള നന്നായിട്ട് കിടന്ന് വഴണ്ട് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പില നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് എടുത്തേക്കുന്നത് ഒരു തക്കാളിയാണ്. ഒരു തക്കാളി ചെറിയ പീസുകളാക്കി ഞാൻ ഈ ഒരു സ്റ്റേജിൽ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ സബോള വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ അതിലേക്ക് ആവശ്യമായ നമ്മുടെ പൊടികളും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ കുരുമുളകാണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി. നമ്മുടെ ഈ കറിയുടെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ നമ്മുടെ കുരുമുളകാണ്. അതുപോലെ ഗരം മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചിക്കൻ ലിവറൊക്കെ പുരട്ടുമ്പം അതിൽ മുളകിനെക്കാട്ടിയും കൂടുതൽ നമ്മൾ കുരുമുളക് ഇടുമ്പോൾ അതിൻ്റെ പ്രത്യേക ഫ്ലേവറും ആയിരിക്കും. ടേസ്റ്റ് അധികരിച്ചിരിക്കും കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരിക്കും. നിങ്ങളിങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നമ്മൾ അതിലേക്ക് നമ്മുടെ ചിക്കൻ്റെ ലിവറും കൂടെ ഇട്ടിട്ട് 1 കപ്പ് ചൂടുവെള്ളം കൂടെ ഞാൻ വീത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾ തണുത്ത വെള്ളം വീത്തരുത്. വീത്തുന്നെങ്കിൽ ചൂടുവെള്ളം തന്നെ വീത്തണം, എങ്കിലേ കറിയുടെ ടേസ്റ്റ് ബാലൻസ് ചെയ്ത് പോകത്തുള്ളൂ. അപ്പോൾ നന്നായിട്ട് കിടന്ന് തിളയ്ക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഓവർ കറിയൊന്നും വേണ്ട, കാരണം നമ്മൾ ഒരു റോസ്റ്റ് പരുവത്തിലാണ് എടുക്കുന്നത്. അപ്പം അത് നന്നായിട്ട് വേവാൻ വേണ്ടി നമുക്ക് അനുവദിക്കാം കേട്ടോ. ഒരു സിമ്മിലിട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. കാരണം ചിക്കൻ്റെ ലിവർ നന്നായിട്ട് വേവണം. ഇത് നമുക്ക് വേറൊരു രീതിയിലും ചെയ്യാം കേട്ടോ. ഇപ്പം ഞാൻ ചിക്കൻ്റെ ലിവർ ഡയറക്റ്റ് ഇട്ട് കൊടുത്ത്, അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ്റെ ലിവർ ഫ്രൈ ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ടേസ്റ്റ് ഒന്നും കൂടെ കൂടുതലായിരിക്കും കേട്ടോ. ഞാൻ 2 രീതിയിലും ഉണ്ടാക്കാറുണ്ട്. ചിക്കൻ്റെ ലിവർ ഫ്രൈ ചെയ്തിടുന്നതാണ് കുറച്ചും കൂടെ ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. ഇതും നല്ല ടേസ്റ്റാണ്. കാരണം കുരുമുളകൊക്കെ ഇട്ട് കൊടുക്കുമ്പം അതിൻ്റെ ആ ഒരു ഫ്ലേവറും ആ ഒരു ടേസ്റ്റൊന്നും വേറെ തന്നെ കേട്ടോ. കാരണം നമ്മൾ ചിക്കൻ കഴിക്കുന്നതിനെക്കാട്ടി ഒരു ടേസ്റ്റ് കുരുമുളക് ഇട്ട് വയ്ക്കുമ്പോൾ ഇത് മുന്നിട്ടിരിക്കും കേട്ടോ ഇതിൽ. അപ്പോൾ നമ്മുടെ കപ്പയാണ് ഞാൻ പെയറായിട്ട് എടുത്തേക്കുന്നത്, നമ്മുടെ ചിക്കൻ്റെ ലിവർ പെരട്ട് തിന്നാൻ വേണ്ടി. അതുപോലെ ഞാൻ ചപ്പാത്തിയും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കപ്പയുടെ കൂടെ കഴിച്ചപ്പോഴാണ് ടേസ്റ്റായിരുന്നു കേട്ടോ. കാരണം നല്ല ചൂടോട് കൂടി നമ്മുടെ ഈ ഒരു റോസ്റ്റ്, ചിക്കൻ ലിവർ റോസ്റ്റും നല്ല ചൂട് കപ്പയും കൂടെ ചേർത്ത് കഴിക്കാൻ ആഹാ എന്തൊരു ടേസ്റ്റാണെന്നറിയോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. മസ്റ്റ് ട്രൈ ആയിട്ടുള്ള റെസിപ്പി ആട്ടോ ഇത്. എൻ്റെ മോനും നിരഞ്ജനും ഒക്കെ ഒരുപാട് ഇഷ്ടമാട്ടോ. ഈ ഒരു രീതിയിൽ നിങ്ങൾ വെച്ചാൽ ഒരുപാട് നിങ്ങളുടെ ഫാമിലിയിൽ എല്ലാവർക്കും അത് ഇഷ്ടപ്പെടും. ഇത് കണ്ടില്ലേ, അധികമൊന്നും വേണ്ട. 1 കിലോ എടുത്താൽ തന്നെ ധാരാളമായിട്ട് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. അതിൻ്റെ കൂടെ ഞാൻ കട്ടൻ ചായയും ഇട്ടിട്ടുണ്ടായിരുന്നു. ചപ്പാത്തിയും ഉണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബായ്.